വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു സന്ധി സംഭാഷണത്തിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ യുദ്ധത്തിന് അന്ത്യം കുറിക്കുമോ? എങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ എന്തായിരിക്കും? ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ചർച്ചകൾ യൂറോപ്പിന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കും? റഷ്യയും യുക്രൈനും തമ്മിൽ വെടിനിർത്താതെ ചർച്ച നടത്താനാണ് ഇപ്പോൾ സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പുടിൻ പ്രതിനിധിതല ചർച്ചകളെയാകും കൂടുതൽ താല്പര്യപ്പെടുക. ഇരുപക്ഷത്തിന്റെയും പ്രധാന ആവശ്യങ്ങൾ ഈ ചർച്ചയിലെ വെല്ലുവിളികളാണ്. ഇതിനൊപ്പം യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് സംബന്ധിച്ച റഷ്യയുടെ ആശങ്കകളും അതിന് ട്രംപ് മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങളും ഈ ചർച്ചയുടെ ഗതി നിർണ്ണയിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. യുക്രൈൻ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെടുമ്പോൾ റഷ്യ അതിന് തയ്യാറല്ല. വെടിനിർത്തൽ യുക്രൈൻ പുതിയ ആയുധങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുമെന്നാണ് റഷ്യയുടെ ആശങ്ക. നിലവിൽ യുദ്ധകളത്തിലുള്ള മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് ചർച്ചകൾ നടത്താനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിലെ ചില പ്രധാന കടമ്പകളുണ്ട്. ഒന്നാമതായി, റഷ്യൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഡൊണേറ്റ്സ്, ലുഹാൻസ് തുടങ്ങിയ കിഴക്കൻ യുക്രൈൻ പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് പുടിന്റെ പ്രധാന ആവശ്യം. യുദ്ധത്തിലൂടെ ഈ പ്രദേശങ്ങളുടെ നല്ലൊരു ഭാഗം റഷ്യ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കാൻ സെലൻസ്കിക്ക് കഴിഞ്ഞില്ല. ഭൂമി വിട്ടുകൊടുത്താൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ വെറുതെയാവുമെന്ന ചോദ്യം യുക്രൈനിൽ ഉയർന്നു വരും. ഇത് സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കും. രണ്ടാമത്, യുക്രൈൻ നാറ്റോ സൈനിക സഖ്യത്തിൽ ചേരാൻ പാടില്ലെന്ന റഷ്യയുടെ ആവശ്യം. യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിച്ചതാണ് യുദ്ധത്തിന് കാരണമായതെന്നാണ് റഷ്യയുടെ നിലപാട്. റഷ്യയുടെ പരമ്പരാഗത ശത്രുക്കളായ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യം റഷ്യൻ അതിർത്തിയിൽ ഉണ്ടാക്കുന്നത് അവർക്ക് ഒരു വലിയ സുരക്ഷാ ഭീഷണിയാണ്. നെപ്പോളിയന്റെയും ഹിറ്റ്ലറുടെയും ആക്രമണങ്ങൾ നേരിട്ട റഷ്യക്ക് തങ്ങളുടെ അതിർത്തിയിൽ പാശ്ചാത്യ സൈനിക സംഘം താവളമടിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളാണ് ഈ ചർച്ചകൾക്ക് വേഗം നൽകിയത്. ട്രംപും പുടിനുമായും സെലൻസ്കിയുമായും യൂറോപ്യൻ നേതാക്കളുമായും നടത്തിയ ചർച്ചകളിൽ നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പുടിനും സെലൻസ്കിക്കും നേരിട്ട് ചർച്ച നടത്തണമെന്നാണ് ട്രംപിന്റെ ആഗ്രഹം. എന്നാൽ റഷ്യ ഇതിനെ സമീപിക്കുന്നത് പരമ്പരാഗത നയതന്ത്ര രീതിയിലാണ്. പ്രതിനിധി തലത്തിൽ തുടങ്ങി പിന്നീട് ഉന്നത തലത്തിലേക്ക് കടക്കുന്ന രീതി. നാറ്റോ അംഗത്വം സംബന്ധിച്ച റഷ്യയുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരമായി ട്രംപ് ഒരു പുതിയ വഴി നിർദ്ദേശിച്ചിട്ടുണ്ട്. നാറ്റോ ചാർട്ടിലെ 5ാം ഖണ്ഡിക പ്രകാരം ഒരു തരം അസോസിയേറ്റ് അംഗത്വം യുക്രൈനിന് നൽകുക എന്നതാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇതിലൂടെ യുക്രൈന് നാറ്റോയുടെ സംരക്ഷണം ലഭിക്കും. എന്നാൽ നാറ്റോ സൈന്യം യുക്രൈനിൽ താവളമടിക്കില്ല. പുറത്തുനിന്നുള്ള ഭീഷണി നേരിടുമ്പോൾ നാറ്റോ രാജ്യങ്ങൾക്ക് യുക്രൈനെ സഹായിക്കും. എന്നാൽ US സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കാതെ സുരക്ഷ ഉറപ്പു നൽകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇത് യുക്രൈനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഈ ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ നിന്ന് US പിൻവാങ്ങുമോ എന്നതാണ് അവരുടെ പ്രധാന ഭയം. ഇപ്പോൾ തന്നെ യൂറോപ്പിന്റെ പ്രതിരോധ ചുമതലകളിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവാങ്ങാൻ ശ്രമിക്കുകയാണ്. USന്റെ പിന്തുണയില്ലാതെ നാറ്റോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. യുക്രൈന്റെ എല്ലാ ഗ്യാരണ്ടികളും നൽകിക്കൊണ്ട് യൂറോപ്പിനോട് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക എന്ന് US പറഞ്ഞേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. യുക്രൈൻ ഒരു വലിയ ധാതു സമ്പത്തുള്ള രാജ്യമാണ്. അതിന്റെ ഭാവി സുരക്ഷാ കാര്യങ്ങളിൽ US ഇടപെടാതിരുന്നാൽ യൂറോപ്പിന് അത് വലിയ വെല്ലുവിളിയാകും. കാരണം റഷ്യയുമായി നേരിട്ടുള്ള സംഘർഷ സാധ്യതകൾ യൂറോപ്പ് ആഗ്രഹിക്കുന്നില്ല. സെലൻസ്കിയെ സംബന്ധിച്ച് വെറും US ഉറപ്പുകൾ മാത്രം വിശ്വസിച്ച് റഷ്യയുമായി ഒരു ഉടമ്പടിയിൽ എത്താൻ അദ്ദേഹം തയ്യാറാകുമോ എന്നതും ഒരു ചോദ്യമാണ്. ട്രംപിന്റെ ഈ നിർദ്ദേശത്തിന് യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയും ഒരുപോലെ സംശയിക്കുന്നുണ്ട്. ഈ സങ്കീർണമായ വിഷയങ്ങളിൽ ഒരു സമവായം കണ്ടെത്തുക എളുപ്പമല്ല. ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് പ്രദേശങ്ങളുടെ വിഭജനം, യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് സംബന്ധിച്ച ബദൽ നിർദ്ദേശങ്ങൾ എന്നിവയായിരിക്കും ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ സമാധാനത്തിനുള്ള വഴി തെളിയൂ. യുക്രൈനിന്റെ അതിർത്തികൾ സംബന്ധിച്ച തീരുമാനം, റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ, യൂറോപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് എന്നിവയെല്ലാം ഈ ചർച്ചകളുടെ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു. സമാധാനത്തിനായുള്ള ഈ ചർച്ചകൾ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്നു. എന്നാൽ ഒപ്പം നിരവധി ചോദ്യങ്ങൾക്കും അവശേഷിപ്പിക്കുന്നു. എന്തായിരിക്കും ഈ ചർച്ചകളുടെ അന്തിമ ഫലം എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.